മോളെ ചേച്ചി തയ്യാറായി കഴിച്ചില്ലേ? അയ്യോ അവരിപ്പോ എത്തും. എന്താണ് ഇത്ര താമസിക്കുന്നത്? അയ്യോ ഇതെന്തു പറ്റി? 10 മണിക്ക് എത്താന്ന് പറഞ്ഞ അന്തസ്സുള്ളവർ ഇതുവരെ എത്തിയില്ലേ? മണി 12 ആയല്ലോ. ദൂരെ നിന്ന് വരുന്നവരില്ല കൂട്ടത്തിൽ. വഴി വല്ല ബ്ലോക്കോ വണ്ടിക്ക് വല്ല റിപ്പയറോ സംഭവിച്ചു കാണും. ഏതായാലും അവരിപ്പോ എത്തും. അച്ഛാ അവര് വരില്ല. മോളെ നീ എന്തായി പറയുന്നേ? വരണ്ടെന്ന് അയാളോട് ഞാൻ തന്നെ പറഞ്ഞു. മോളെ നീ അമ്മയുടെ മാനം രക്ഷിച്ചു. സന്തോഷായി മോളെ, സന്തോഷായി. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം. അത്ര സ്നേഹിച്ചാ ഞാൻ അവരെ വളർത്തിയത്. ഒരു പീർ എഞ്ചിനീയറിംഗ് ചുമന്നുകൊണ്ട് വന്ന് ഈ സുഭദ്രയെ തോൽപ്പിക്കാമെന്ന് വെച്ചു. എന്റെ മക്കൾ പോലും അതിന് സമ്മതിക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നിനക്കറിയോ, എതിരെ ഇല്ലത്തുള്ളവർ വരുമ്പോ ഇടവഴിയിലേക്ക് മാറി നിന്നിട്ടേ ഉള്ളൂ ഈ അമ്മയൊക്കെ. അങ്ങോട്ടാ നിലവിളക്കം കത്തിച്ചു വെച്ചിട്ട് നിന്നെ വിളിക്കണേ. ഭാഗ്യാണ് കുട്ടിയെ, ഭാഗ്യ. അത് മാത്രമല്ല, ഏട്ടൻ തിരുമേനിക്കാണെങ്കിൽ മക്കളുമില്ല. നിനക്ക് നിന്റെ കുട്ടികൾക്കുള്ളതാ അക്കണ്ട സ്വത്ത് മുഴുവൻ. ആ സ്വത്തൊന്നും എനിക്ക് വേണ്ട, അനിയൻ തിരുമേനിയും വേണ്ട. പിന്നെ ആ ലൈൻമാൻ ശിവൻകുട്ടിയെ വേണമായിരിക്കും. സമ്മതിക്കില്ല മോളെ, സമ്മതിക്കില്ല. ജീവനുണ്ടെങ്കിൽ ഈ അമ്മ സമ്മതിക്കില്ല. പിന്നെ നീ ചത്തുപോകുന്നത് വരെ അവൾ കാത്തിരിക്കണം. പറയടി, എന്താണ് അനിയൻ തിരുമേനിക്കൊരു കുറവ്? അമ്മയ്ക്ക് ഒരു കുറവും തോന്നൂല. തിരുമേനിയായ മാത്രം മതിയല്ലോ. തിരുമേനിക്ക് പായ വിരിക്കുന്നത് വലിയ പുണ്യമല്ലേ? പുണ്യം പുണ്യം തന്നെയാടി. എന്താ സംശയം? എങ്കിൽ ആ പുണ്യം അമ്മയ്ക്ക് മതി, എനിക്ക് വേണ്ട. അമ്മയ്ക്ക് വേണമായിരുന്നെങ്കിൽ പണ്ടേ ചുരുട്ടി വെച്ചൊരു പായുണ്ട് ഇവിടെ, അതെന്നെ വിരിച്ചു കൊടുക്കാമായിരുന്നു. ആ പഴയ പായ പിന്നെ അമ്മ തൊട്ടിട്ടേ ഇല്ലേ. പിന്നെ ഏതാണ് വേണ്ട ഈ അനിയത്തി? പാർവതി, നീ തന്നെ ഇത് ചോദിക്കണം. നിന്നെ സ്നേഹിച്ചതിനും വളർത്തിയതിനുള്ള പ്രതിഫലം. എന്ത് പറഞ്ഞാലും വളർത്തിയതിന്റെ കണക്ക്. മക്കളെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് അമ്മമാരുടെ കടമയാ. അത് ശരിയാണ്, അമ്മമാരുടെ കടമയാണ്. പക്ഷേ പാർവതി, നീ എന്റെ മകളല്ല. ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ല. അമ്മേ. അതെ മോളെ, അതാ സത്യം. നാരായണക്കുട്ടിയേട്ടന്റെ വീടല്ലേ ഇത്? അതെ. മനസ്സിലായില്ല? നാരായണക്കുട്ടിയേട്ടനെ കാണാനാ. ഒന്ന് വിളിക്കൂ. വിളിക്കാം. ദേ ആരോ കാണാൻ വന്നിരിക്കുന്നു.